ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നേന്ത്രപ്പഴം മുട്ടയും വെച്ചിട്ട് ചെയ്യുന്ന ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് മെനക്കെടും കാര്യങ്ങളൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് 3 കോഴിമുട്ടയാണ്. അത് ഞാനൊരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിനായിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇതൊരു പാകത്തിനുള്ള മധുരമാണ്, നമ്മളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലാണ് ചേർക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ചേർക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ആദ്യം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം, കുറച്ച് വലിയൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാനൊരു 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതുപോലെ കൈ വെച്ചൊന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ചെറിയ പീസൊന്നും ആക്കണ്ട, ഇതുപോലെ കൈ വെച്ചൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് നമുക്കിതുപോലെ ഈ ഒരു കൂട്ടിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ബ്രെഡ് മുഴുവനായിട്ട് ഈ ഒരു മിക്സിലേക്ക് 6 പീസും ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിതുപോലെ ഒരു സ്പൂൺ വെച്ചൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഒരുപാട് പൊടിഞ്ഞു പോകുന്ന രീതിയിൽ മിക്സ് ആക്കണ്ട, എന്നാൽ നന്നായിട്ട് മിക്സായി കിട്ടുകയും വേണം. ഈ ഒരു രീതിയിൽ മിക്സ് ആക്കിയിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സാധാരണ നമ്മൾ പഴമൊക്കെ വാട്ടിയെടുക്കുന്നത് പോലെ തന്നെ വാട്ടിയെടുത്താൽ മതി. ഒരുപാട് കളർ മാറാനൊന്നും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട, നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. പിന്നെ നമ്മൾ പഴം എടുക്കുന്ന സമയത്ത് നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ പോള ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിൻ്റെ വട്ടത്തിനനുസരിച്ചിട്ട് വേണം പഴം എടുക്കാൻ. അപ്പോൾ അതിനനുസരിച്ചിട്ട് പഴം എടുക്കുക. 2 പഴമാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്, മീഡിയം സൈസിലുള്ളത്. ഈ ഒരു പാത്രത്തിലാണ് ഞാൻ പോള ഉണ്ടാക്കുന്നത്, അതിനനുസരിച്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുള്ള ഈ പഴം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഒരുപാട് വഴന്ന് പോവാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത് പഴം മുഴുവനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പാത്രത്തിൽ നെയ്യ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂൺ ചേർത്തത് കൊണ്ട് അത്യാവശ്യത്തിന് നെയ്യ് അതിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ പ്രത്യേകം നെയ്യൊന്നും ചേർത്തിട്ടില്ല. ഈ കൂട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം സ്പൂൺ വെച്ചിട്ട്. എന്നിട്ട് അതിന് മുകളിലേക്ക് ഇതുപോലെ പഴം നമുക്കിതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. പഴം എല്ലാ ഭാഗവും ബ്രെഡ് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ പഴം ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പാച്ചില വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുകൊണ്ടാണ് ഞാൻ പഴം നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെ സൈസിനനുസരിച്ചിട്ട് പഴം എടുക്കണം എന്ന് പറഞ്ഞത്. ഇതിന് മുകളിലൂടെ കുറച്ച് കറുത്ത എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി നോക്കാം. ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് കുത്തി നോക്കുമ്പോൾ നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. ടൂത്ത് പീക്കിലൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, ബ്രെഡും മുട്ടയൊക്കെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാനൊരു പാനിൽ കുറച്ചുകൂടി നെയ്യൊന്ന് ബ്രഷാക്കി കൊടുത്തതിന് ശേഷം അതിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആ സൈഡും 3-4 മിനിറ്റ് വെച്ചാൽ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് മറിച്ചിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ അടിഭാഗം കരിഞ്ഞു പോകുമെന്ന് ടെൻഷൻ ഉള്ളവർക്ക് അടിയിലൊരു പാൻ വെച്ചിട്ട് അതിന് മുകളിൽ ഈ പോളൻ്റെ പാത്രം വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ്. ബ്രെഡും മുട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.